ഗുഡ് മോർണിംഗ് ഓൾ, വെൽക്കം ടു എ ഡ്രീം ക്ലാസ് റൂം. ഇന്ന് നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലെ യൂണിറ്റ് 5ലേക്കാണ് കടക്കുന്നത്. യൂണിറ്റ് 5 ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട്, പോളിസി ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെൻറ്റ്. അതായത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ബ്ലോക്ക് 2 ആണ് കേട്ടോ. ബ്ലോക്ക് 2. ബ്ലോക്ക് 2ലെ യൂണിറ്റ് 5ലെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട്, പോളിസി ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെൻറ്റ്സ് എന്ന യൂണിറ്റാണ് നമ്മൾ എന്തായെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് 2005. അപ്പോൾ ഇതിൽ ആ ടോപ്പിക്കിൽ വരുന്ന ഏകദേശം വേണ്ടപ്പെട്ട കാര്യങ്ങളാണ് എഴുതിയിട്ടിട്ടുള്ളൂ. പിന്നെ അതിൽ അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഞാനൊന്നും ടെസ്റ്റിൽ നോക്കിയിട്ട് റിപ്പീറ്റ് ചെയ്ത് പറയും കേട്ടോ. അപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് എന്നാണ് രൂപം കൊടുത്തത്? 2005. അവിടെ ശ്രദ്ധിച്ചോളൂ. ദ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് 2005 received the assent of the President of India on 9 January 2006. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് 2005 രൂപീകൃതമായെങ്കിലും അത് ഔപചാരികമായി രൂപീകരിക്കപ്പെട്ടത് ജനുവരി 9 തീയതി 2006 ആരാണ് അനൗൺസ് ചെയ്തത്? പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ പ്രസിഡന്റ് നേതൃത്വം കൊടുത്തുകൊണ്ട് ജനുവരി 9, 2006 ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് ഔപചാരികമായിട്ട് അനൗൺസ്മെന്റ് ആയത്. രൂപീകരിച്ചത് 2005 അത് പ്രഖ്യാപിക്കപ്പെട്ടത് എന്നാണ്? ജനുവരി 9, 2006 ഇതിന്റെ ആക്ട് എക്സ്റ്റെൻഡ് ടു ദ ഹോൾ ഓഫ് ഇന്ത്യ. ഈ ആക്ടിൽ കൂടുതലായിട്ടും ഉൾപ്പെടുന്നത് ഇന്ത്യയിലെ മൊത്തത്തിലുള്ള എല്ലാ കാര്യങ്ങളും. The act extend to the whole of India. The act provide for the effective management of disasters and for matters connected therewith or incidental threat. ഏതെങ്കിലും വിധത്തിൽ ഇൻസിഡന്റൽ ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെ മാനേജ്മെന്റ് ചെയ്യുക എന്നതാണ് ഏത് ആക്ടിന്റെ പ്രത്യേകത? ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട്. The act provide, ഈ ആക്ട് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? എഫക്റ്റീവ് മാനേജ്മെന്റ് ഓഫ് ഡിസാസ്റ്റേഴ്സ്. ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളെ, എന്തെങ്കിലും തരത്തിലുള്ള നാച്ചുറൽ പ്രോബ്ലം, പ്രകൃതിപരമായിട്ടുള്ള പ്രശ്നങ്ങളെ, അത് ചിലപ്പോൾ ഫ്ലഡ് ആയിരിക്കാം, എർത്ത് ക്വേക്ക് ആയിരിക്കാം, സുനാമി ആയിരിക്കാം, സൈക്ലോൺ ആയിരിക്കാം, അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് സമൂഹത്തിൽ ഉണ്ടാകാറുണ്ട്. പ്രകൃതിപരം നാച്ചുറൽ കലാമിറ്റി എന്ന് നമുക്ക് പറയാം. അപ്പൊ അത്തരത്തിലുള്ള ഡിസാസ്റ്ററുകളെ എന്ത് ചെയ്യുന്നത്? എഫക്റ്റീവായി പറഞ്ഞാൽ എന്താ? കാര്യക്ഷമതയോടുകൂടി മാനേജ്മെന്റ് ചെയ്യുന്നതിന് വേണ്ടി രൂപീകൃതമായിട്ടുള്ള ആക്ട് ആണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട്. The Disaster Management Act enacted in 2025 as a new multidisciplinary focus on disaster prevention and risk reduction and to move away from relief-centric region. പക്ഷേ ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് 2005 ദ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് 2005 ന്യൂ മൾട്ടിഡിസിപ്ലിനറി ഫോക്കസ് ഓൺ ഡിസാസ്റ്റർ പ്രിവെന്റേഷൻ ആൻഡ് റിസ്ക് റിഡക്ഷൻ ആൻഡ് എ മൂവ് അവേ ഫ്രം റിലീഫ് സെൻട്രിക് റീജിയൻ. ഓരോ പ്രദേശങ്ങളിലും ഉണ്ടാകുന്ന ഡിസാസ്റ്റർ ആയിട്ടുള്ള പലതരത്തിലുള്ള പ്രകൃതി ക്ഷോഭങ്ങളെയും ഇല്ലാതാക്കുന്നതിനും റിസ്ക് റിഡക്ഷൻ. എന്താ റിസ്ക് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ? റിസ്ക് പറഞ്ഞാൽ എന്താ? പലതരത്തിലുള്ള കഠിനമായ പ്രശ്നങ്ങളെ നമ്മൾ പറയും എന്ത്? റിസ്ക്. അപ്പൊ അത്തരത്തിലുള്ള റിസ്കിനെ കുറയ്ക്കുക എന്നതാണ് 2005 രൂപീകൃതമായ ഏത് ആക്ട് പ്രകാരം പറയുന്നത്? ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പറയുന്നത്, അത് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് എനാക്റ്റഡ് ഇൻ
2005 as a new multi-disciplinary focus. ഒരുപാട് പുതിയ പുതിയ മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്നു. അതിലൂടെ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഡിസാസ്റ്റർ പ്രിവെന്റേഷൻ, ഡിസാസ്റ്ററിനെ ഇല്ലാതാക്കുക, റിസ്ക് കുറയ്ക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്, പലതരത്തിലുള്ള റിലീഫ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക എന്നിവയൊക്കെയാണ് ഈ ആക്ട് പ്രകാരം ചെയ്യുന്നത്. നിങ്ങൾ കണ്ടില്ലേ, കഴിഞ്ഞ വർഷം വയനാട് ദുരന്തത്തില് ബെയിലി പാലം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് നിയന്ത്രിക്കുന്ന സേന, ആ സേന വന്നൊരു പാലം തന്നെ നമുക്ക് 24 മണിക്കൂറിന്റെ ഉള്ളില് ആളുകൾക്ക് സഞ്ചാര യോഗ്യമാക്കാൻ വേണ്ടി ഒരു പാലം തന്നെ നിർമ്മിച്ചു. അപ്പൊ അത്തരത്തിലൊക്കെ ഉള്ള ഏത് തരത്തിലുള്ള നാച്ചുറൽ കലാമിറ്റികൾ ഉണ്ടായാലും അത്തരം കലാമിറ്റികളെ റിലീഫ് ചെയ്യൽ, ഇല്ലാതെ അത്തരം പ്രശ്നങ്ങളെ സോൾവ് ചെയ്യുന്നതിനും റിസ്ക് ഒഴിവാക്കുന്നതിനും വേണ്ടി കേന്ദ്ര തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റ് തലത്തിലുള്ള ഒരു ഏജൻസിയാണ് ഏത് പ്രകാരം രൂപീകൃതമായത്? ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം രൂപീകൃതമായിട്ടുള്ളത്. അതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങളെ ഒഴിവാക്കുക എന്നതും റിസ്ക് കുറയ്ക്കുക എന്നതൊക്കെയാണ് ഏതിന്റെ ലക്ഷ്യം? ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിന്റെ ലക്ഷ്യം. ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിംവർക്ക്, അതേപോലെ തന്നെ പിന്നെന്താ പറയുന്നത്? ഈ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഏതൊക്കെ തലത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത്, അതിന്റെ സ്ഥാപനങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നാണ് പറയണത്. The institution framework under the act managed the creation of the National Disaster Management Authority. ഈ ആക്ട് പ്രകാരം രൂപീകൃതമായിട്ടുള്ള സംഘടനയാണ് 2005 ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം രൂപീകൃതമായ സംഘടനയാണ് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി, NDMA. അതേപോലെ തന്നെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി, SDMA. അപ്പോ ഇത്തരത്തിലുണ്ടാകുന്ന ഡിസാസ്റ്റർ പ്രോബ്ലങ്ങളെ തരണം ചെയ്യാൻ വേണ്ടി രൂപീകൃതമായ ആക്ട് ആണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ 2 സംഘടനകൾക്കാണ് രൂപം കൊടുത്തത്, ഓർഗനൈസേഷനാണ് രൂപം കൊടുത്തത്. നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി NDMA-ക്കും സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി SDMA-ക്കും. The Disaster Management Division of Ministry of Home Affairs retained the responsibility for overall steering of the national disaster response. അതേപോലെ തന്നെ പിന്നെന്താണ് പറയുന്നത്? The Disaster Management Division of the Ministry of Home Affairs retained the responsibility for several steering of the national disaster response. എല്ലാ വിധത്തിലുള്ള ഡിസാസ്റ്റർ പരമായിട്ടുള്ള കാര്യങ്ങളിലും ഉത്തരവാദിത്വം വഹിക്കുക എന്നതാണ് ഈ ഒരു സംഘടനയുടെ പ്രധാന ലക്ഷ്യം, ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ലക്ഷ്യം. ഇറ്റ് മാൻഡേറ്റഡ് കൺസേർഡ് മിനിസ്റ്ററി ആൻഡ് ഡിപ്പാർട്ട്മെന്റ്. ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് മിനിസ്റ്റേഴ്സും മന്ത്രിമാരും മറ്റ് ഡിപ്പാർട്ട്മെന്റുമാണ് ഇതിനെ എന്ത് ചെയ്യുന്നത്? മാൻഡേറ്റ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. ഇനി നമുക്ക് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം രൂപീകൃതമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ, സ്ഥാപനങ്ങൾ ഏതാ നോക്കാം. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് അണ്ടർ ദ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം രൂപീകൃതമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഏതാ? NDMA. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം രൂപീകൃതമായ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഏത്? നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അഥവാ NDMA. അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെ നോക്കാം. ഇവാലുവേഷൻ ഓഫ് NDMA. എന്താണ് NDMA? നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി. അതിന്റെ ഫുൾ ഫോം ആണ് NDMA. അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെ? അതിനെ വിലയിരുത്താൻ നമുക്ക്. അതായത് emergence of an organization is always an evolutionary process. എന്താണ് ഇവിടെ പറയുന്നത്? അതായത് emergence of an organization is always evolutionary process. അതായത് പരിണാത്മകപരമായിട്ടുള്ള പ്രക്രിയകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു. എവല്യൂഷണറി പ്രോസസ് മീൻസ് പരിണാത്മകരമായ
പരിണാത്മകരമായ പ്രക്രിയകൾക്കും അതേപോലെ തന്നെ അതിന്റെ ആവിർഭാവത്തിനും ഈ സംഘടന പ്രാധാന്യം കൊടുക്കുന്നു. എമർജൻസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഈസ് ആൾവേസ് എവല്യൂഷണറി പ്രോസസ്സിന് പ്രാധാന്യം കൊടുക്കുന്നു. NDMA has also gone through the same process. NDMA ഈ ഒരു പ്രക്രിയക്ക് തന്നെയാണ് പ്രാധാന്യം കൊടുക്കുന്നത്. The government of India recognition of the importance of disaster management as a national priority. Government of India recognition ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഇന്ത്യ ഗവൺമെന്റിന്റെ റെക്കഗ്നേഷൻ പ്രകാരമാണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രവർത്തിക്കുന്നത്. മാത്രല്ല സെറ്റപ്പ് ഹൈ പവേർഡ് കമ്മിറ്റി ആഗസ്റ്റ് 1919 ആൻഡ് നാഷണൽ കമ്മിറ്റി ആഫ്റ്റർ ദ ഗുജറാത്ത്. ഇതിന്റെ കമ്മിറ്റി 1999 ഗുജറാത്തിലാണ് ഈ ഒരു കമ്മിറ്റി എന്ത് ചെയ്യപ്പെടുന്നത്, പ്രവർത്തിക്കുന്നത് എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? സെറ്റപ്പ് ആസ് എ ഹൈ പവേർഡ് കമ്മിറ്റി HPC. ഹൈ പവേർഡ് കമ്മിറ്റി പറഞ്ഞാല് എന്താ? ഈ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു കമ്മിറ്റിയാണ് HPC. അത് എവിടെയാണ് രൂപീകൃതമായിട്ടുള്ളത്? ഗുജറാത്തിലാണ് കേട്ടോ രൂപീകൃതമായിട്ടുള്ളത്. അപ്പൊ ഇത്രയും 1999 ഗുജറാത്തിലാണ് ഈ NDMAയുടെ നേതൃത്വത്തിലുള്ള ഹൈ പവേർഡ് കമ്മിറ്റി രൂപീകൃതമായിട്ടുള്ളത്. അതേപോലെ തന്നെ ഓൺ 23 ഡിസംബർ 2005 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇനാക്റ്റഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് വിച്ച് എൻവിസേജർ ക്രിയേഷൻ ഓഫ് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി. 2005 ഡിസംബർ 23 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിനെ എൻവിസേജർ ദ ക്രിയേഷൻ വേറൊരു പേരിൽ ക്രിയേഷൻ ചെയ്തു. അതിന്റെ പേരാണ് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി. അതിന്റെ ഹെഡ് എന്ന് പറയുന്നത് ഏതാണ്? പ്രൈം മിനിസ്റ്റർ ആണ്. അതേപോലെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അതിന്റെ ഹെഡ് എന്ന് പറയുന്നത് ചീഫ് മിനിസ്റ്റർ ആണ്. അപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയാണ് NDMAയും SDMAയ്ക്കും ഒക്കെ നേതൃത്വം കൊടുത്തത്. NDMAയുടെ ചീഫ് എന്ന് പറയുന്ന NDMAക്ക് മാനേജ്മെന്റ് ഹെഡ് എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്ററും SDMAയുടെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ഹെഡ് എന്ന് പറയുന്നത് ചീഫ് മിനിസ്റ്ററുമാണ് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അതിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് പറഞ്ഞു തരാനുള്ള കാര്യങ്ങളായിട്ട് ഉൾപ്പെടുന്നത്. ഇനി നമുക്ക് അതിന്റെ NDMAയുടെ ഫങ്ഷൻസ് ആണ് പഠിക്കാനുള്ളത്. അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, ഹായ് കുട്ടികളെ, നമ്മൾ യൂണിറ്റ് 5 മറ്റൊരു ടോപ്പിക്കിലേക്കാണ് പോകുന്നത്. നമുക്കറിയാം ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് അണ്ടർ ദ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിൽ നമ്മൾ NDMA എന്താന്ന് പഠിച്ചു. ഞാൻ NDMAയുടെ ഫങ്ഷൻ അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഡിസാസ്റ്റർ മാനേജ്മെന്റ് കൺസെപ്റ്റ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം വെക്കേണ്ടത് NDMA കേട്ടോ. NDMA പറഞ്ഞാൽ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിക്കാണ് 2005 രൂപീകൃതമായിട്ടുള്ള നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി NDMA. അതിന്റെ പ്രത്യേകതകളാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ അത് പിന്നെ ഉള്ളതാണ് ഇതൊക്കെ. ഏതൊക്കെ? NEC, SDMA, DDMA, അതേപോലെ തന്നെ NIDM, NDRF, അതൊക്കെ ഏതാ? ഡിസാസ്റ്റർ മാനേജ്മെന്റ് കൺസെപ്റ്റ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിംവർക്കുകളാണ്. നമുക്ക് എന്തൊക്കെയാണ് NDMAയുടെ പ്രത്യേകതകൾ എന്ന് നമുക്ക് നോക്കാം. ഫങ്ഷൻസ് ഓഫ് NDMA എന്താണ്? അതിലെ ഒന്നാമത്തെ ഫങ്ഷൻ എന്താ പറയുന്നത്? ശ്രദ്ധിച്ചോളൂ. അതായത് ലേ ഡൗൺ പോളിസീസ് ഓൺ ഡിസാസ്റ്റർ മാനേജ്മെന്റ്. അതായത് ദേശീയ പദ്ധതിയെ അംഗീകരിക്കുക. ലേ ഡൗൺ പോളിസീസ് ഓൺ ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ദേശീയ പദ്ധതിയെ അംഗീകരിക്കുക. ആൻഡ് സെക്കൻഡ് പോയിന്റ് ആണ് അപ്രോ നാഷണൽ പ്ലാൻ. അതായത് എന്താണ് അപ്രോവ് നാഷണൽ പ്ലാൻ എന്ന് പറഞ്ഞാൽ ദേശീയ പ്ലാനിന് എന്ത് കൊടുക്കുന്നു?
അപ്രൂവ് കൊടുക്കുന്നു. അതായത് നമ്മൾ എന്താ പറഞ്ഞേ, ആദ്യം ടീച്ചർ പറഞ്ഞു ദേശീയ പദ്ധതിയെ ലേ ഡൗൺ പോളിസി ഓൺ ഡിസാസ്റ്റർ മാനേജ്മെന്റ്. സെക്കൻഡ് അപ്രൂവൽ നാഷണൽ ദേശീയ പ്ലാനിംഗ് ആയിട്ട് ഇതിനെ അപ്രൂവ് ചെയ്യുക. അപ്രൂവ് പ്ലാൻ പ്രിപ്പയർഡ് ബൈ ദ മിനിസ്റ്ററി ഓർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻ അക്കോർഡൻസ് വിത്ത് ദ നാഷണൽ പ്ലാൻ. അതേപോലെ തന്നെ അപ്രൂവ് പ്ലാൻ പ്രിപ്പയർഡ് ബൈ ദ മിനിസ്റ്ററീസ് ഓർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അഭിപ്രായ പ്രകാരം ഈ നാഷണൽ പ്ലാനിന്റെ അപ്രൂവലും അതേപോലെ തന്നെ അതിനെ പ്രിപ്പയർഡ് ചെയ്യുന്നത് ആരാണ്? മിനിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്രൂവ് പ്ലാൻ പ്രിപ്പയർഡ് ബൈ ദ മിനിസ്റ്ററി ഓർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻ അക്കോർഡൻസ് വിത്ത് നാഷണൽ പ്ലാൻ. അതായത് ദേശീയ പദ്ധതി പ്രകാരം ഇന്ത്യ ഗവൺമെന്റിന്റെ മന്ത്രാലയങ്ങളോ വകുപ്പുകളോ തയ്യാറാക്കിയ പദ്ധതികൾക്ക് അംഗീകാരം നൽകുക. അപ്പോ എന്താണ് പറയുന്നത്? ദേശീയ പദ്ധതി പ്രകാരം ഇന്ത്യ ഗവൺമെന്റിന്റെ മന്ത്രാലയങ്ങളോ വകുപ്പുകളോ തയ്യാറാക്കിയ പദ്ധതികൾക്ക് അംഗീകാരം നൽകുക. ലേ ഡൗൺ ഗൈഡ് ലൈൻസ് ടു ബി ഫോളോഡ് ബൈ ദ ഡിഫറന്റ് മിനിസ്റ്ററി ഓർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. അതേപോലെ തന്നെ ലേ ഡൗൺ ഗൈഡ് ലൈൻസ് ടു ബി ഫോളോഡ്, അതായത് 4 ലേ ഡൗൺ ഗൈഡ് ലൈൻസ് ടു ബി ഫോളോഡ് ബൈ ദ ഡിഫറന്റ് മിനിസ്റ്ററീസ് ഓർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരം ലേ ഡൗൺ ഗൈഡ് ലൈൻസ് ടു ബി ഫോളോഡ് ബൈ ദ ഡിഫറന്റ് മിനിസ്റ്ററി ഓർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. അതായത് നിരവധി വ്യത്യസ്തങ്ങളായിട്ടുള്ള മിനിസ്റ്റേഴ്സിനെയും ഡിപ്പാർട്ട്മെന്റിനെയും ഉൾപ്പെടുത്തുന്നുണ്ട് ഇതിലെ ഈ ഒരു NDMA. കോർഡിനേറ്റ് ദ എൻഫോഴ്സ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ പോളിസി ആൻഡ് പ്ലാൻ ഫോർ ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത്? കോർഡിനേറ്റ് ദ എൻഫോഴ്സ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ. അതായത് കോർഡിനേറ്റ് ചെയ്യുക. എന്തിനെ? ഓരോ ഡിസാസ്റ്റർ മാനേജ്മെന്റിനെ ഒരുമിപ്പിക്കുന്നതിന് വേണ്ടി ചില നയങ്ങളും പ്ലാനുകളും പോളിസികളും പ്ലാനുകളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കോർഡിനേറ്റ് ചെയ്യുന്നു. കോർഡിനേറ്റ് ദ എൻഫോഴ്സ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ പോളിസി ആൻഡ് പ്ലാൻ ഫോർ ഡിസാസ്റ്റർ മാനേജ്മെന്റ്. പോളിസി. അപ്പോ പോളിസികൾക്കും പ്ലാനുകൾക്കൊക്കെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നു? കോർഡിനേഷൻ കൊടുക്കുന്നു. അതിന്റെ 6ാമത്തെ പോയിന്റ് ആണ്. അതേപോലെ തന്നെ 6ാമത്തെ പോയിന്റ്, ലേ ഡൗൺ ഗൈഡ് ലൈൻസ് ടു ബി ഫോളോഡ് ബൈ ദ സ്റ്റേറ്റ് അതോറിറ്റി ഇൻ ഡ്രോയിങ് അപ്പ് സ്റ്റേറ്റ് പ്ലാൻ. സംസ്ഥാന പ്ലാനിങ്ങിന് നേതൃത്വം കൊടുക്കുന്നത് സ്റ്റേറ്റ് അതോറിറ്റികളായിരിക്കും. 7th പോയിന്റ് ആണ്, റെക്കമെൻഡഡ് പ്രൊവിഷൻ ഓഫ് ഫണ്ട് ഫോർ ദ പർപ്പസ് ഓഫ് മിറ്റിഗേഷൻ. അതേപോലെ തന്നെ അടുത്ത പോയിന്റിൽ എന്താ പറയുന്നത്? 7ാമത്തെ പോയിന്റിൽ എന്താ പറയുന്നത്? അതായത് ലഘൂകരണത്തിനായി ഫണ്ട് അനുവദിക്കുന്നതിന് ശുപാർശ ചെയ്യുന്നു. റെക്കമെൻഡഡ് പ്രൊവിഷൻ ഫണ്ട് ഫോർ ദ പർപ്പസ് ഓഫ് മിറ്റിഗേഷൻ. ഫണ്ട് അനുവദിക്കുന്നതിന് വേണ്ടി ശുപാർശ ചെയ്യുന്നു. Provide such support to other country affected by major disasters as may be determined by the central government. അതേപോലെ തന്നെ 8ാമത്തെ പോയിന്റിലായിട്ട് എന്ത് പറയുന്നു? കേന്ദ്ര ഗവൺമെന്റ് നിർണയിക്കുന്ന തരത്തിലുള്ള പിന്തുണ വലിയ ദുരന്തങ്ങളാൽ ബാധിക്കപ്പെട്ട മറ്റ് രാജ്യങ്ങൾക്ക് നൽകുക. Provide such support to other country affected by major disasters as may be determined by the central government. അതായത് സെൻട്രൽ ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് നിർണയിക്കുന്ന തരത്തിലുള്ള പിന്തുണ വലിയ ദുരന്തങ്ങളാൽ ബന്ധിക്കപ്പെട്ട മറ്റ് രാജ്യങ്ങളെ സഹായിക്കണം. ഇപ്പൊ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ നേതൃത്വത്തിലുള്ള NDMA മറ്റൊരു ഫംഗ്ഷൻ ആണ് എന്ത്? മറ്റ് രാജ്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡിസാസ്റ്റർ ഉണ്ടായി കഴിഞ്ഞാൽ അവരെ സഹായിക്കണം. ആരുടെ നേതൃത്വത്തിൽ? സെൻട്രൽ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ. നമ്മൾ കണ്ടിട്ടില്ലേ, ഇന്ത്യയിൽ എന്തെങ്കിലും ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങൾ നമ്മളെ സഹായിക്കാറുണ്ട്, നമുക്ക് ഫണ്ട് എത്തിക്കാറുണ്ട്. അതേപോലെ വിദേശ രാജ്യങ്ങളില് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ അവർക്ക് വേണ്ട ഫണ്ടുകൾ അനുവദിക്കണം എന്നാണ് പറയുന്നത്. അടുത്ത പോയിന്റ് ആണ്, take such other measures for the prevention of disaster or
disaster or mitigation. അതായത് take such other measures for the prevention of, അതായത് prevention of disaster, ഡിസാസ്റ്ററിനെ തടയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ശുപാർശ ചെയ്യുന്നു. ടേക്ക് സച്ച് അതർ മെഷേഴ്സ് ഫോർ പ്രിവെന്റേഷൻ ഓഫ് ഡിസാസ്റ്റർ ഓർ ദ മിറ്റിഗേഷൻ. മിറ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ ശുപാർശ ചെയ്യുക. എന്തിനെ തടയുന്നതിന് വേണ്ടി? ഡിസാസ്റ്ററിനെ തടയുന്നതിന് വേണ്ടി ശുപാർശ ചെയ്യുന്നു. ലേ ഡൗൺ എ ബ്രോഡ് പോളിസി ആൻഡ് ഗൈഡ് ലൈൻസ് ഫോർ ദ ഫങ്ഷനിങ് ഓഫ് ദ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. അതേപോലെ തന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ പ്രവർത്തനത്തിനായി വിശാലമായ നയങ്ങളും മാർഗനിർദ്ദേശങ്ങളും തയ്യാറാക്കുക. ലേ ഡൗൺ ബ്രോഡ് പോളിസീസ് ആൻഡ് ഗൈഡ് ലൈൻസ് ഫോർ ദ ഫങ്ഷനിങ് ഓഫ് ദ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ പ്രവർത്തനങ്ങൾക്കായി വിശാലമായിട്ടുള്ള നയങ്ങളും മാർഗനിർദ്ദേശങ്ങളും തയ്യാറാക്കുക. ഇത്രയും ഫങ്ഷൻസ് ആണ് NDMA ഉള്ളത്. NDMA എന്ന് പറഞ്ഞാല് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി. അടുത്തതാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് കൺസെപ്റ്റിൽ വരുന്ന മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഏതാണ്? നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി NEC, നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി NEC. The National Executive Committee composed secretary level officers of the Government of India, Ministers of Home, Agriculture, Automatic Energy, Defense, Water Resources, Environment and Forest, Finance, Health, Power, Rural Development, Science and Technology. ഈ നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഏതൊക്കെ കാര്യങ്ങളിലാണ് കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തുക? അതായത് അതിൽ ഉൾക്കൊള്ളുന്നത് ആരായിരിക്കും? സെക്രട്ടറി ലെവൽ ഓഫ് ഓഫീസേഴ്സ് ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ദ മിനിസ്റ്റേഴ്സ് ഓഫ് ഹോം. ഇന്ത്യൻ മിനിസ്റ്റേഴ്സ് ഓഫ് ഹോമിലും അഗ്രികൾച്ചറിലും ഓട്ടോമാറ്റിക് എനർജിയിലും ഡിഫൻസിലും വാട്ടർ റിസോഴ്സിലും എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റിലും ഫിനാൻസിലും ഹെൽത്ത് പവറിലും റൂറൽ ഡെവലപ്മെന്റിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഏജൻസിയാണ് നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി. അടുത്തതാണ് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി SDMA. സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി. All state governments are mandated under section of 14 of the Act established State Disaster Management Authority. അതായത് 14ാം സെക്ഷൻ പ്രകാരം എല്ലാ സ്റ്റേറ്റിലും ഒരു സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി പ്രവർത്തിക്കുന്നുണ്ടായിരിക്കും. 14ാം സെക്ഷൻ 14 പ്രകാരം എല്ലാ സംസ്ഥാനങ്ങളിലും ഒരു സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി പ്രവർത്തിക്കുന്നുണ്ടായിരിക്കും. മാത്രല്ല അതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ചീഫ് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്. അതായത് സംസ്ഥാനത്തിന്റെ ചീഫ് മിനിസ്റ്റർ, മുഖ്യമന്ത്രി ആയിരിക്കും അതിന്റെ ചെയർമാൻ. മാത്രല്ല സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഈസ് റെസ്പോൺസിബിൾ ഫോർ ഡ്രോയിങ് അപ്പ് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ. എല്ലാവിധ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാനുകളും തയ്യാറാക്കുന്നതും ഈ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരിക്കും. ഇതാണ് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയിൽ പറയാനുള്ളത്. അടുത്തതാണ് ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി. ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി. ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി പ്രവർത്തിക്കുന്ന അതാത് ജില്ലകളിലാട്ടോ. ദ ചെയർപേഴ്സൺ ഓഫ് ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഈസ് ദ കളക്ടർ ഓർ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഓർ ഡെപ്യൂട്ടി കമ്മീഷൻ ഓഫ് ദ ഡിസ്ട്രിക്ട്. അതാത് ജില്ലകളിലെ കളക്ടർമാർക്കും മജിസ്ട്രേറ്റുമാർക്കും അതേപോലെ തന്നെ ഡെപ്യൂട്ടി കമ്മീഷണർമാർക്കും ആയിരിക്കും ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ഉത്തരവാദിത്വം. ഇപ്പൊ ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ റെസ്പോൺസിബിലിറ്റി ആരിലൊക്കെയാണ്? കളക്ടർ ഇല്ലെങ്കിൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്, ഡെപ്യൂട്ടി കമ്മീഷണർ. നമുക്കറിയാം നമ്മളുടെ ജില്ലയിൽ ഏതെങ്കിലും വിധത്തിൽ മഴ ശക്തമായി വർദ്ധിച്ചു കഴിഞ്ഞാൽ കളക്ടറാണ് കുട്ടികൾക്ക് അവധി കൊടുക്കുക. അതുകൊണ്ടാണ് പറയുന്നത് ഓരോ ജില്ലയിലെയും ഡിസാസ്റ്റർ മാനേജ്മെന്റ് ചെയ്യുന്നത് ആരാണ്? ഒന്നില്ലെങ്കിൽ കളക്ടർ ആയിരിക്കും, അല്ലെങ്കിൽ ഡെപ്യൂട്ടി കമ്മീഷണർ ആയിരിക്കും, അതല്ലെങ്കിലോ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആയിരിക്കും.
അടുത്തതാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്, NIDM, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്, NIDM. In 1995, International Decade for Natural Disaster Reduction, അതായത് ഇന്റർനാഷണൽ ഡീക്കേഡ് ഫോർ നാച്ചുറൽ ഡിസാസ്റ്റർ റിഡക്ഷൻ എന്ന പേരിലാണ് ആദ്യം ഏത് രൂപം കൊണ്ടത്? ഈ NIDM രൂപം കൊണ്ടിരുന്നത്. കൂടാതെ പ്രൊപ്പോർട്ടഡ് ദ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അണ്ടർ മിനിസ്റ്ററി ഓഫ് അഗ്രികൾച്ചർ കോഓപ്പറേഷൻ, അതായത് മിനിസ്റ്ററി ഓഫ് അഗ്രികൾച്ചറും കോഓപ്പറേഷനും ഒക്കെയാണ് ഇതിന്റെ കീഴിലായിട്ട് വരുന്നത്. മാത്രല്ല വിത്ത് ദ നാഷണൽ സെന്റർ ഫോർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആദ്യ കാലഘട്ടത്തില് NCDM എന്നാണ് അറിയപ്പെട്ടിരുന്നതെങ്കിൽ പിന്നീടാണ് NIDM ആയി മാറിയത് കേട്ടോ. അതായത് ദ നോഡൽ മിനിസ്റ്ററി ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻ ഇന്ത്യ എസ്റ്റാബ്ലിഷ് നാഷണൽ സെന്റർ ഫോർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നുള്ളത് പിന്നീടാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. ഇത് എന്നാണ് രൂപം കൊണ്ടത്? 15 ഒക്ടോബർ 2003 ഇത് രൂപം കൊണ്ടിട്ടുള്ളത്. അടുത്തതാണ് നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ്, NDRF, നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ്, NDRF, നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് specialized force constitute the purpose of specialist response treating disaster situation or disaster management act 2005. 2005 ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം ഡിസാസ്റ്റർ ഉണ്ടാകുന്ന സിറ്റുവേഷനില് ജനങ്ങളെ സഹായിക്കുന്നതിനും അതിനുവേണ്ട അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുമ്പോൾ അതിനുവേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി കേന്ദ്ര തലത്തിൽ രൂപം കൊണ്ട ഒരു സംഘടനയാണ് നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ്. 2005 ഇത് രൂപം കൊണ്ടിട്ടുള്ളത് കേട്ടോ. മാത്രല്ല നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് ദ സ്റ്റേറ്റ് റിക്വസ്റ്റ് ആസ് വെൽ ആസ് കമ്മ്യൂണിക്കേഷൻ എയർ ആൻഡ് അതർ അസറ്റ് അവൈലബിൾ ആൻഡ് നീഡഡ്. അതാത് സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിനും ഭൂമിയിലെ ഓരോ നമ്മുടെ പ്രകൃതിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങള് എന്തൊക്കെയെന്ന് മനസ്സിലാക്കുന്നതിനും സംസ്ഥാനങ്ങൾക്ക് വിവരം കൊടുക്കാനൊക്കെ ശ്രമിക്കുന്നത് ഈ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആട്ടോ, നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് ആട്ടോ നിർദ്ദേശം കൊടുക്കുക. The head of the NDRF designated Director General. ഇതിന്റെ ഹെഡ് എന്ന് പറയുന്നത് ഡയറക്ടർ ജനറൽ ആണ്. The Director General of NDRF is IPS officer. IPS റാങ്കിലുള്ള ഓഫീസർമാരായിരിക്കും ഈ NDRFന്റെ ഡയറക്ടർ ആയിട്ട് പ്രവർത്തിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അതിൽ വരുന്നതായിട്ട് പറയുന്നത്. അടുത്തത് നമുക്ക് റോൾ ഓഫ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും സെൻട്രൽ ഗവൺമെന്റിന്റെയും പങ്ക് ഡിസാസ്റ്ററിനെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടി സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും പങ്ക് എന്താ നോക്കാം. ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊവിഷൻ ഓഫ് ദ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് 2005, 2005 ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരമാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഓരോ അഭിപ്രായങ്ങളും നൽകുന്നത്. ആസ് ഇറ്റ് ഡീംസ് നെസസറി expedient for the purpose of disaster management and will coordinate action of all agencies. എല്ലാ ഏജൻസികൾക്കും വേണ്ട ഏതെങ്കിലും തരത്തിലുള്ള എപ്പിഡമിക് ആയിട്ടുള്ള എക്സ്പെഡിയന്റ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാ ഏജൻസികൾക്കും നിർദ്ദേശങ്ങൾ കൊടുക്കുകയും കോർഡിനേഷൻ നൽകുകയും ചെയ്യുക എന്നതാണ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും സെൻട്രൽ ഗവൺമെന്റിന്റെയും ഉത്തരവാദിത്വം. The central ministers or department will take into consideration the recommendation of the state government. സെൻട്രൽ മിനിസ്റ്ററിയോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റോ ആണ് സ്റ്റേറ്റ് ഗവൺമെന്റിന് എന്ത് നൽകുക, നിർദ്ദേശങ്ങൾ കൊടുക്കാറുള്ളത്. അപ്പോ ഏത് തരത്തിലുള്ള ഡിസാസ്റ്റർ പ്രോബ്ലം നേരിടുമ്പോഴും സെൻട്രൽ ഗവൺമെന്റ് ആർക്ക് നിർദ്ദേശം കൊടുക്കണം, സ്റ്റേറ്റ് ഗവൺമെന്റിന് നിർദ്ദേശം കൊടുക്കണം. 2005 ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരമാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നത്. അപ്പൊ ഏത് സംസ്ഥാനങ്ങളിലും അലേർട്ടുകൾ, കാലാവസ്ഥാ വ്യതിയാനങ്ങളെ അലേർട്ടുകളെ, അതൊക്കെ കാലാവസ്ഥാപരമായിട്ടുള്ള എല്ലാ മാറ്റങ്ങളും
സെൻട്രൽ ഗവൺമെന്റ് ആണ് ആർക്ക് നിർദ്ദേശം കൊടുക്കേണ്ടത്? സ്റ്റേറ്റ് ഗവൺമെന്റിന് നിർദ്ദേശം കൊടുക്കേണ്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് റോൾ ഓഫ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റിൽ പറയുന്നത്. ഇനി നമുക്ക് റോൾ ഓഫ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അവ പ്രവർത്തിപ്പിക്കുന്ന ഏജൻസികൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. അത് അടുത്ത ക്ലാസ്സിലൂടെ വ്യക്തമാക്കാം. ഓക്കെ, അപ്പൊ കുട്ടികളെ ഇനി നമുക്ക് എടുക്കാനുള്ള ലാസ്റ്റ് ഭാഗങ്ങളാണ് ഈ യൂണിറ്റ് 5-ലെ ഫെസിലിറ്റേറ്റ് എക്സ്റ്റേണൽ കോർഡിനേഷൻ ആൻഡ് കോപ്പറേഷൻ. അതായത് ഡിസാസ്റ്ററിനെ മാനേജ് ചെയ്യാൻ നമുക്ക് മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അഡീഷണൽ ആയിട്ട് കുറച്ച് ഫെസിലിറ്റികളുണ്ട്. അതായത് ഡിസാസ്റ്ററിനെ കോർഡിനേഷൻ ചെയ്യാനും കോപ്പറേഷൻ ചെയ്യാനും വേണ്ടി നമുക്ക് കുറച്ച് അഡീഷണൽ ആയിട്ട് കുറച്ച് ഫെസിലിറ്റികളുണ്ട്. അത് 4 എണ്ണാണുള്ളത്. റോൾ ഓഫ് സെൻട്രൽ മിനിസ്റ്റേഴ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ്, അതേപോലെ നാഷണൽ ക്രൈസിസ് മാനേജ്മെന്റ് കമ്മിറ്റി, സ്റ്റേറ്റ് ഗവൺമെന്റ്, ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ. അതിൽ റോൾ ഓഫ് സെൻട്രൽ മിനിസ്റ്റേഴ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റിൽ എന്താ പറയുന്നത് നമുക്ക് നോക്കാം. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഈസ് എ മൾട്ടി ഡിസിപ്ലിനറി പ്രോസസ്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു മൾട്ടി ഡിസിപ്ലിനറി പ്രോസസ്സാണ്. All central ministers and department will have key role in field of disaster management. അപ്പോൾ സെൻട്രൽ മിനിസ്റ്റേഴ്സ് ആണ് ഇതിനെ എന്ത് ചെയ്യുന്നത്? കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ സെൻട്രൽ മിനിസ്റ്റേഴ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഒരു മൾട്ടി ഡിസിപ്ലിനറി പ്രോസസ്സാണ്. അതിനെ മാനേജ് ചെയ്യുന്നത് സെൻട്രൽ മിനിസ്റ്ററും മറ്റ് ഡിപ്പാർട്ട്മെന്റേഴ്സുമാണ്. The secretaries of the nodal ministers and department of government of India, that is Ministry of Home Affairs, MHA. അതേപോലെ തന്നെ മിനിസ്റ്ററി ഓഫ് ഹോം അഫയേഴ്സും നോഡൽ മിനിസ്റ്ററി ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. ഇവർ ഫോക്കസ് ചെയ്യുന്നത് അഗ്രികൾച്ചർ മേഖലയിലോ സിവിൽ ഏവിയേഷൻ മേഖലയിലോ എൻവയോൺമെന്റ് മേഖലയിലോ ഫോറസ്റ്റ് മേഖലയിലോ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലോ ഓട്ടോമാറ്റിക് എനർജിയിലോ സ്പേസിലോ എർത്ത് സയൻസസിലോ വാട്ടർ റിസോഴ്സ് മൈൻ റെയിൽവേ ഇവിടെയൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ നമുക്കറിയാം. റെയിൽവേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീവണ്ടി ബോംബിടുക, അതൊക്കെ ഒരു ഡിസാസ്റ്റർ ആണ്. അപ്പൊ അത്തരത്തിലൊക്കെ ഉള്ള ഏതൊക്കെ കാര്യങ്ങളിലാണ് ഇവര് മുൻകൈ എടുത്തിറങ്ങുക? അഗ്രികൾച്ചർ, സിവിൽ ഏവിയേഷൻ, എൻവയോൺമെന്റ്, ഫോറസ്റ്റ്, ഹെൽത്ത് ഫെസിലിറ്റി, ഓട്ടോമാറ്റിക് എനർജി, സ്പേസ്, എർത്ത് സയൻസ്, വാട്ടർ റിസോഴ്സ്, മൈൻസ്, റെയിൽവേ. ഈ മേഖലകളുടെയൊക്കെ ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ തരണം ചെയ്യുന്നതിനും കോർഡിനേഷൻ കൊടുക്കുന്നതിനും സെൻട്രൽ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് സെൻട്രൽ മിനിസ്റ്ററി ആൻഡ് ഡിപ്പാർട്ട്മെന്റ്. ഇതിൽ 2 കൂട്ടർ വരും. നോഡൽ മിനിസ്റ്ററി ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റും വരും, അതേപോലെ തന്നെ മിനിസ്റ്ററി ഓഫ് ഹോം അഫയേഴ്സും വരും, MHAയും വരും. ഇതാണ് സെൻട്രൽ മിനിസ്റ്ററി ആൻഡ് ഡിപ്പാർട്ട്മെന്റിൽ പറയാനുള്ളത്. അടുത്തതാണ് നാഷണൽ ക്രൈസിസ് മാനേജ്മെന്റ് കമ്മിറ്റി. നാഷണൽ ക്രൈസിസ് മാനേജ്മെന്റ് കമ്മിറ്റി NCMC എന്ന് പറയും. നാഷണൽ ക്രൈസിസ് മാനേജ്മെന്റ് കമ്മിറ്റി. നമുക്ക് അറിയാം NCMC comprising high level official of government of India headed by the cabinet secretary. NCMCയുടെ ഒഫീഷ്യലായിട്ട് അതിന്റെ ഹെഡ് എന്ന് പറയുന്നത് ക്യാബിനറ്റ് സെക്രട്ടറി ആയിരിക്കും. NCMC അഥവാ നാഷണൽ ക്രൈസിസ് മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ഹെഡ് എന്ന് പറയുന്നത് ക്യാബിനറ്റ് സെക്രട്ടറി ആണ്. മാത്രല്ല, അപ്പൊ ഒന്ന് ഓർത്തു വെക്കുക, നമ്മളുടെ ഇത്തരത്തിലുള്ള ഡിസാസ്റ്ററുകളെ മാനേജ് ചെയ്യാൻ കേന്ദ്ര തലത്തിലും സംസ്ഥാന തലത്തിലും ഒരുപാട് ഏജൻസികൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ NCMCയുടെ ഹെഡ് എന്ന് പറയുന്നത് ക്യാബിനറ്റ് സെക്രട്ടറി ആണ്. മാത്രല്ല, ഇറ്റ് വിൽ ബി സപ്പോർട്ട് ബൈ ദ ക്രൈസിസ് മാനേജ്മെന്റ് ഗ്രൂപ്പ്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ക്രൈസിസ് ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്യുക എന്നതും ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. Central nodal ministers and assisted by NEC may be necessary. The secretary NDMA will be permanent invitee to his committee. അതേപോലെ തന്നെ NDMA എന്ന് പറയുന്ന കമ്മിറ്റിയിലെ നേതൃത്വം കമ്മിറ്റി പെർമനന്റ് ആയിട്ടുള്ള ഒരു കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയാണ് ഏതിനെ ഇൻവിറ്റ് ചെയ്യുന്നത്? ഈ
NEFയിലെ സെക്രട്ടറിയെ ഇൻവൈറ്റ് ചെയ്യുക. അപ്പൊ ഏതെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ് നാച്ചുറൽ ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ NCMC സെക്രട്ടറിയെ ഇൻവൈറ്റ് ചെയ്യുക ആരായിരിക്കും? NDMA കമ്മിറ്റിത്തെ ആളുകളായിരിക്കും കേട്ടോ. അപ്പൊ NCMC എന്ന് പറയുന്നത് എന്താണ്? ഒരു കേന്ദ്ര തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മാനേജ്മെന്റ് കമ്മിറ്റിയാണ്. അതിന്റെ ഹെഡ് എന്ന് പറയുന്നത് ക്യാബിനറ്റ് സെക്രട്ടറി ആയിരിക്കും. മാത്രല്ല ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ക്രൈസിസ് മാനേജ്മെന്റിനെ ഇവര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാത്രല്ല the secretary NDMA will be permanent invite to this committee. അതായത് ക്യാബിനറ്റ് സെക്രട്ടറിയെ ആരാണ് പെർമനന്റ് ആയിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നത്? NDMA എന്നാണ് ഇതിന് NCMC സെക്രട്ടറി ആയിട്ട് നിയമിക്കുന്നത് കേട്ടോ. അടുത്തതാണ് സ്റ്റേറ്റ് ഗവൺമെന്റ്. എന്താണ് സ്റ്റേറ്റ് ഗവൺമെന്റ്? നമുക്ക് നോക്കാം. The primary responsibility for disaster management rests with the state. The institutional mechanism put place at the center. State and district level will help the state manage disasters in an effective manner. അതായത് സെൻട്രലും സ്റ്റേറ്റും കൂടി ഒന്നിച്ച് പ്രവർത്തിക്കുന്ന മാനേജ്മെന്റ് ആണ് പൊതുവെ ഡിസാസ്റ്റർ മാനേജ്മെന്റ്. The primarily responsibility for disaster management rests with the state. അതായത് സ്റ്റേറ്റിനും കൂടിയും എന്തിന്റെ ഉത്തരവാദിത്തം ഉണ്ട് എന്നാ പറയുന്നത്? ഡിസാസ്റ്റർ മാനേജ്മെന്റിനെ കൈകാര്യം ചെയ്യാനുള്ള ഉത്തരവാദിത്തം അതായത് സ്റ്റേറ്റ് ഗവൺമെന്റിനും ഉണ്ട്. ദ ഇൻസ്റ്റിറ്റ്യൂഷൻ മെക്കാനിസം പുട്ട് പ്ലേസ് അറ്റ് ദ സെന്റർ. സ്റ്റേറ്റിന് ഈ മാനേജ് ചെയ്യാനുള്ള ഇത് കൊടുക്കുന്നത് ആരാണ്? കേന്ദ്ര ഗവൺമെന്റ് ആയിരിക്കും. സ്റ്റേറ്റ് ആൻഡ് ഡിസ്ട്രിക്ട് ലെവൽ വിൽ ബി ഹെൽപ്പ് സ്റ്റേറ്റ് മാനേജ് ഡിസാസ്റ്റേഴ്സ് ഇൻ എഫക്റ്റീവ് മാനർ. സ്റ്റേറ്റും അതായത് ഡിസ്ട്രിക്ട് ലെവലും ഡിസ്ട്രിക്റ്റുകളും ചേർന്നിട്ടാണ് ഇതിനെ ഡിസാസ്റ്ററെ മാനേജ് ചെയ്യാറുള്ളത്. ദ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് 2005 mandate the state government inter alia to take measure for preparation of state disaster management plan, integration, measure of prevention of disaster or mitigation into state development. അതായത് സംസ്ഥാനങ്ങൾക്ക് പ്ലാനുകൾ ഈ ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രകൃതി ദുരന്തങ്ങൾക്ക് വേണ്ട പ്ലാനുകളും ഫണ്ടുകളും അതേപോലെ തന്നെ പലതരത്തിലുള്ള ശുപാർശകളൊക്കെ ചെയ്യാനുള്ള അധികാരം ആര് കൊടുത്തിട്ടുണ്ട്? സെൻട്രൽ ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ അതാത് സംസ്ഥാനങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡിസാസ്റ്റർ പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെന്റിന് തീരുമാനിക്കാം എന്ത് പ്ലാൻ ചെയ്യണം, അതേപോലെ എത്ര ഫണ്ട് എങ്ങനെ വിനിയോഗിക്കണം, അതേപോലെ തന്നെ എങ്ങനെ അതിനു വേണ്ടി കാര്യങ്ങൾ ശുപാർശ ചെയ്യണം, എങ്ങനെ ഇന്റഗ്രേഷൻ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനുള്ള പെർമിഷൻ ആര് നൽകിയിട്ടുണ്ട്? സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റിന് നൽകിയിട്ടുണ്ട് കേട്ടോ. അടുത്തതാണ് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ. അതായത് ഡിസ്ട്രിക്റ്റില് എന്തെങ്കിലും തരത്തിലുള്ള ഡിസാസ്റ്റർ ഉണ്ടായി കഴിഞ്ഞാൽ മാനേജ് ചെയ്യുക ആരാണ്? ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ആയിരിക്കും. അറ്റ് ദ ഡിസ്ട്രിക്ട് ലെവൽ DDMA will ask the planning, coordinate and implementing. അതായത് പ്ലാനുകൾ ഉണ്ടാക്കുന്നതിനും കോർഡിനേഷൻ കൊടുക്കുന്നതിനും ഇംപ്ലിമെന്റ് ചെയ്യുന്നതൊക്കെ അതായത് ജില്ലകളിൽ ആരാണ്? ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ആണ്. ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷന് വേണ്ട നിർദ്ദേശം ആര് കൊടുക്കും? NDMAയും FDMAയും കൊടുക്കും. സ്റ്റേറ്റ് അതായത് NDMA എന്ന സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റും നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റും FDMA പറഞ്ഞാല് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റും നിർദ്ദേശം ആർക്ക് കൊടുക്കും? ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷന് കൊടുക്കും. അങ്ങനെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ഇവരുടെ നിർദ്ദേശപ്രകാരം അവരവരുടെ ജില്ലകളിൽ എന്ത് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാലും അതിന് വേണ്ട പ്ലാനിങ്ങും കോർഡിനേഷനും ഇംപ്ലിമെന്റേഷനും ഒക്കെ നൽകുക എന്നതാണ് ഏതിന്റെ ലക്ഷ്യം? ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷന്റെ പ്രത്യേകത. ഇപ്പൊ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ പ്രവർത്തിക്കുന്നത് അതാത് ജില്ലകളിലാണ്. അതാത് ജില്ലകളിൽ ഉണ്ടാകുന്ന ഏത് പ്രശ്നങ്ങൾക്കും ആസൂത്രണങ്ങൾ കണ്ടെത്തുക, കോർഡിനേഷൻ നൽകുക, ഇംപ്ലിമെന്റേഷൻ ചെയ്യുക എന്നൊക്കെ ചെയ്യേണ്ടത് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ആണ്. ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷന് നിർദ്ദേശം കൊടുക്കുന്നത് ആരാണ്? NDMAയും FDMAയും ആണ്. നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റും സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റും ആണ് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നത്. ഇനി നമുക്ക് എടുക്കാനുള്ള ടോപ്പിക്കാണ് അതർ ഇമ്പോർട്ടന്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ
അറേഞ്ച്മെന്റ്. നമുക്കൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളെ സഹായിക്കാൻ വേണ്ടി മറ്റ് തലത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് അറേഞ്ച്മെന്റ് ഒക്കെ ഏതൊക്കെയെന്നാ പറയണത്. ആംഡ് ഫോഴ്സസ്, സായുധ സേന, സെൻട്രൽ ആംഡ് ഫോഴ്സസ് APFS എന്ന് പറയും, കേന്ദ്ര സായുധ സേന, സ്റ്റേറ്റ് പോലീസ്, ഫയർ സർവീസ് ആൻഡ് ഹോം ഗാർഡ്, സിവിൽ ഡിഫൻസ് ആൻഡ് ഓണ്ട ഗാർഡ്സ്, ലോക്കൽ ഇലക്ടഡ് ബോഡീസ്, കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ഇൻ ഡിസാസ്റ്റർ റെസ്പോൺസ്, ഇന്റർനാഷണൽ കോർപ്പറേഷൻ. അപ്പോ ആംഡ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് സായുധ സേന, ട്രഡീഷണലി ആംഡ് ഫോഴ്സ് കാൾഡ് അപ്പോൺ അസിസ്റ്റ് സിവിൽ അഡ്മിനിസ്ട്രേഷൻ only when situation beyond the coping capacity it practice our the armed force immediate responder in all serious disaster situation. ഏതെങ്കിലും തരത്തിലുള്ള സീരിയസ് ആയിട്ടുള്ള ഡിസാസ്റ്റർ സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ നമ്മളെ സഹായിക്കാനായി എത്തുന്ന വിഭാഗമാണ്, ഗവൺമെന്റ് തലത്തിൽ പ്രവർത്തിക്കുന്ന വിഭാഗമാണ് ആംഡ് ഫോഴ്സ്. അപ്പൊ ആംഡ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏതെങ്കിലും തരത്തിലുള്ള നാച്ചുറൽ ഇഷ്യൂസുകളോ പ്രോബ്ലംസോ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളെ സഹായിക്കുന്ന ഒരു സേനാ വിഭാഗമാണ് ആംഡ് ഫോഴ്സ്. അതേപോലെ തന്നെ സെൻട്രൽ ആംഡ് ഫോഴ്സ്, സെൻട്രൽ ആംഡ് പോളിസി ഫോഴ്സ് എന്ന് പറഞ്ഞ പോലീസ് ഫോഴ്സ്, CAPFS which are also armed force union but under Ministry of Home Affairs play a key role in disaster response. മിനിസ്റ്ററുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് സെൻട്രൽ ആംഡ് പോളിസി ഫോഴ്സസ്. ഇവരുടെയും ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള ഡിസാസ്റ്റർ ഉണ്ടായി കഴിഞ്ഞാലും ജനങ്ങളെ അതിൽ നിന്നും രക്ഷിക്കുക എന്ന് തന്നെയാണ്. പിന്നെ സ്റ്റേറ്റ് പോലീസ്, ഫയർ സർവീസ്, ഹോം ഗാർഡ്. ഞങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാം, സ്റ്റേറ്റ് പോലീസ് ആണ് അതാത് സംസ്ഥാനങ്ങളിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും മറ്റ് സുരക്ഷിതയും ഉറപ്പുവരുത്തുക സ്റ്റേറ്റ് പോലീസുകളാണ്. ഇപ്പൊ ഫയർ സർവീസ്, നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള അപകട ഭീഷണി നേരിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫയർ സേവനങ്ങൾ ബന്ധപ്പെടാം. ഹോം ഗാർഡ്, സ്ത്രീകളുടെ സുരക്ഷ, അതേപോലെ തന്നെ ഗതാഗത സൗകര്യം എളുപ്പമാക്കൽ, അതിനൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്നതാണ് ഹോം ഗാർഡ്. ഇതൊക്കെ അതർ ഇമ്പോർട്ടന്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെന്റുകളാണ്. അതേപോലെ തന്നെ സിവിൽ ഡിഫൻസ്, ഹോം ഗാർഡ്. സിവിൽ ഡിഫൻസ്, ഹോം ഗാർഡ് ദ അസിഗ്നേറ്റഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് കമ്മ്യൂണിറ്റി പ്രിപ്പയർനെസ് ആൻഡ് പബ്ലിക് അവയർനെസ് ഇൻ അർബൻ ഏരിയ. അതായത് അർബൻ നഗരമേഖലകളില് പബ്ലിക്കിന്റെ അറിവില്ലായ്മ കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ തരണം ചെയ്യുന്നതിനും നഗരമേഖലയില് സമാധാന അന്തരീക്ഷം നിലനിർത്തുന്നതിനും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് സിവിൽ ഡിഫൻസ് ആൻഡ് ഹോം ഗാർഡ്. ലോക്കൽ ഇലക്ടഡ് ബോഡീസ് എന്ന് പറഞ്ഞാല് നമുക്കറിയാം, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് 2005 നോട്ടിഫൈഡ് ചെയ്തതാണ് ഈ ലോക്കൽ ഇലക്ടഡ് ബോഡീസ്. മുനിസിപ്പാലിറ്റി, മുനിസിപ്പൽ കോർപ്പറേഷൻ, മുനിസിപ്പൽ കൗൺസിൽ, പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇതൊക്കെയാണ് ലോക്കൽ ഇലക്ടഡ് ബോഡീസ് ആയിട്ട് പറയണത്. ഇപ്പൊ നമുക്കറിയാം, പഞ്ചായത്ത് ആയാലും മുനിസിപ്പാലിറ്റി ആയാലും മുനിസിപ്പൽ കോർപ്പറേഷൻ ആയാലും നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാവുക, ഇപ്പൊ പുഴയൊക്കെ ഒഴുകുകയാണെങ്കിലും അതേ വെള്ളപ്പൊക്ക ഭീഷണി നേരിടുക, എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ നമുക്ക് നിർദ്ദേശങ്ങൾ തരാറുണ്ട് അല്ലെ, മുനിസിപ്പാലിറ്റിയിൽ നിന്നും അതേപോലെ തന്നെ കോർപ്പറേഷനിൽ നിന്നും പഞ്ചായത്തിൽ നിന്നൊക്കെ നമുക്ക് അതിന് വേണ്ട സജ്ജീകരണങ്ങൾ, ഇപ്പൊ രോഗം വ്യാപിക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്കൊരു മുന്നറിയിപ്പ് നൽകും. അതേപോലെ ചൂട് വല്ലാതെ വർദ്ധിക്കുമ്പോൾ സമയം ക്രമീകരിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു മുന്നറിയിപ്പ് നൽകും, ബോധവൽക്കരണങ്ങൾ നൽകും. അതൊക്കെയാണ് ലോക്കൽ ബോഡീസ് എന്ന് പറഞ്ഞാല് മുനിസിപ്പാലിറ്റി, മുനിസിപ്പൽ കോർപ്പറേഷന്, അതേപോലെ മുനിസിപ്പൽ കൗൺസില്, പഞ്ചായത്ത് രാജ്, ഇതൊക്കെ വരുന്നതാണ് ലോക്കൽ ഇലക്ടഡ് ബോഡീസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും സ്ഥാപനങ്ങളാണ് നമ്മുടെ ഡിസാസ്റ്ററിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നത്. അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെന്റ് ആണ് ആംഡ് ഫോഴ്സ്, സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ്, സ്റ്റേറ്റ് പോലീസ്, ഫയർ സർവീസ് ആൻഡ് ഹോം ഗാർഡ്, സിവിൽ ഡിഫൻസ് ആൻഡ് ഹോം ഗാർഡ്, ലോക്കൽ ഇലക്ടഡ് ബോഡീസ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പൊ 5ാമത്തെ യൂണിറ്റ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. 6ാമത്തെ യൂണിറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ.